നിങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഇല്ലേ അവർ കഴിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധിച്ച് കുത്തിക്കയറ്റി അങ്ങനെ ഫുഡ് കൊടുക്കലുണ്ടാകും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഫുഡ് കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇന്ന് ഷാസിക്ക് നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ വെച്ചിട്ട് ഒരു കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവനക്ക് ഹെൽത്ത് മിക്സ് പൗഡർ മാത്രമായിട്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കണേ. നോർമലി വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ ഒപ്പം ആഡ് ചെയ്തിട്ടാണ് കൊടുക്കൽ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ അവനക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഓനതൊരു ഒറ്റ തുപ്പലായിരുന്നു. ഓനക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഓനത് ഒരു സ്പൂൺ കൂടി വായിലേക്ക് വെച്ചിട്ടില്ല. പിന്നെ അങ്ങനെ കരച്ചിലായി ബഹളമായി ആകെ അലമ്പായിരുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെ ഷാസിനെ അവൻ്റെ ഇഷ്ടത്തോടെ കഴിപ്പിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിത് കണ്ടില്ല, അവനെ തീരെ കുടിച്ചിട്ടില്ല. അപ്പം ഞാനത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു റോബസ്റ്റ് അപ്പത്തിൻ്റെ പകുതി മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുത്തു. അപ്പം അങ്ങനെ ഇതുപോലെ കുറച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കുറുക്കായിട്ടായിരിക്കും കേട്ടോ കിട്ടിയിട്ടുണ്ടാവുക. ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുറുക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. വേറൊരു ടേസ്റ്റാണ് നമുക്കപ്പോൾ കഴിക്കുമ്പോൾ തോന്നുന്നുണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഷാസിക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇപ്പം അവനത് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. എന്നിപ്പോൾ ഞാൻ കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ജസ്റ്റ് പഴം ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം നിർബന്ധിച്ച് കുത്തിക്കയറ്റി കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. അവർക്ക് ഏത് ടേസ്റ്റാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഈ കുട്ടികൾ ഫുഡ് കഴിക്കണില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെ നമുക്ക് പകുതിയോളം നമുക്ക് ഒഴിവാക്കിയിട്ടില്ലേ. ഓനപ്പോൾ അങ്ങനെ നല്ല കുട്ടിയായിട്ട് അത് ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.